ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് എന്ന പരമ്പരയുടെ സൂപ്പർ അപ്കമിങ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് വിശേഷവുമായിട്ട് എത്തുന്നുണ്ട്. നമ്മൾ അപ്കമിങ് വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പം ഒരുപാട് ദൂരത്തിൽ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പറയുന്ന കഥകൾ കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടും ഇനിയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും കാണാനും മറക്കരുത്. അങ്ങനെ വരും ദിവസങ്ങളിൽ നിധിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ അതിനിടയിൽ നിധിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുകയും ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന സുഭാഷിനെയും സുധീഷിനെയും നികേഷിനെയും ഹരീഷിനെയൊക്കെ കാണാം. നികേഷിൻ്റെ ജീവിതത്തിലെ ആ വലിയ ദുഃഖകരമാകുന്ന അവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം വന്നു. കാരണം തൻ്റെ അമ്മ മറ്റൊരാളാണ്, അല്ലെങ്കിൽ സുഭാഷിനെ സുധീഷിനെ ഹരീഷിനെ അമ്മയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ദുഃഖമൊക്കെ മാറ്റുവാൻ വേണ്ടി അവർ ടൂർ പോയതിനു ശേഷം മടങ്ങി എത്തുന്നു. അതിനുശേഷം നടക്കുന്നത് നിധിക്ക് സന്തോഷകരമാകുന്ന അവസ്ഥയാണ്. നിധിക്ക് ഒരു പുതിയ ജോലി ലഭിക്കുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് താൻ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും, അല്ലെങ്കിൽ തനിക്കൊരു ജോലി നേടിയെടുക്കുക, പഠിച്ചതിനെ പറ്റിയുള്ള ആ ജോലി നേടിയെടുക്കുക, അതിനുശേഷം മാന്യമായ രീതിയിൽ ജീവിക്കുക എന്നുള്ളത്, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനൊക്കെ വിലങ്ങുതടി സുധീഷിനോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് വലിയൊരു തടസ്സമായി നിന്നത്. മാത്രമല്ല, അതിനു മുൻപ് തന്നെ നിധിയുടെ ആ സ്വപ്നങ്ങളൊക്കെ തൻ്റെ അച്ഛനും അമ്മയൊക്കെ തല്ലിക്കെടുത്തിയത് കൊണ്ടാണല്ലോ സുധീഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോരേണ്ടി വന്നത്. അതിനുശേഷം തനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, അതുപോലെ ആധാർ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, തൻ്റെ രേഖകളില്ല, തൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടമായി. എന്നാൽ അതെല്ലാം സുധീഷ് വഴി നേടിയെടുക്കുന്ന നിധിക്ക് പുതിയ ജോലിയും നേടിയെടുക്കുവാൻ കഴിയുക എന്നുള്ളതാണ് വരുന്ന ദിവസം നമ്മൾ കാണുന്നത്. അങ്ങനെ ജോലിയൊക്കെ ലഭിച്ച് അങ്ങനെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നികേഷ് പടക്കം പൊട്ടി ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പടക്കം പൊട്ടി ആഘോഷിക്കുന്ന സമയത്ത് ആ ആഘോഷത്തിൽ നമ്മുടെ ഭാസ്കരനും പങ്കുചേരുന്നു. ഭാസ്കരനും ഇപ്പം നിധിയോട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നുന്ന ചില ഭാഗങ്ങളുണ്ട്. നിധി പറയുന്ന എന്തും കേട്ടനുസരിക്കുവാൻ ഭാസ്കരനും തയ്യാറാകുന്നു. അതുപോലെ ഒരു ഭയം ഭാസ്കറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ ഈ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ഭാസ്കറിൻ്റെ കൈക്ക് പരുക്കം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് എല്ലാവരും ഓടിച്ചെന്ന് നിധിയൊക്കെ ഓടിച്ചെന്ന് എന്ത് പറ്റിയാച്ചാ, എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തൻ്റെ വേദനകളെല്ലാം മറച്ചു വെച്ച് ഭാസ്കരൻ നിൽക്കുകയാണ്. കാരണം നിധി ജോലിക്ക് പോകുന്ന ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിധിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി തൻ്റെ കൈക്ക് പറ്റിയ അപകടങ്ങൾക്ക് മറച്ചു വെക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം ഈ പടക്കം പൊട്ടിയതും ശബ്ദവും കോലാഹലവും ഒക്കെ കേട്ട് സുഭാഷിൻ്റെയൊക്കെ അമ്മായി വരുന്നുണ്ട്. അമ്മായിയെ അവിടുന്ന് ആട്ടിപ്പുറത്താക്കുന്ന, തൻ്റെ മോക്ക് ജോലി കിട്ടിയെന്നും അങ്ങനെ പറഞ്ഞ് ആട്ടിപ്പുറത്താക്കുന്ന ചില ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അതിനോടൊപ്പം നമ്മൾ കാണാൻ പോകുന്ന നിധിക്ക് ജോലി ലഭിച്ചതിന് ശേഷം സുധീഷ് കൊണ്ടുവിടുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ മാറ്റിവെച്ചിട്ട് ആദ്യത്തെ ദിവസം സുധീഷ് തന്നെയാണ് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നത്. അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ നിധിക്ക് ആഗ്രഹം തനിക്ക് സ്വന്തമായിട്ട് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ആരുടെയും ആശ്രയമില്ലാതെ തന്നെ ഇത്രയും നാൾ തൻ്റെ വീട്ടുകാർ അടച്ച് അല്ലെങ്കിൽ കൂട്ടിലിട്ട ഒരു കിളിയെ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതെല്ലാം മാറണം. സ്വന്തമായിട്ട് സാധാരണ ഇവിടുത്തെ സ്ത്രീകൾ പോകുന്നത് പോലെ ബസ്സിൽ കയറി ആ ജോലി സ്ഥലത്തേക്ക് പോവുക, അവിടെ ഇരുന്ന് ആഹാരം എല്ലാവർക്കും ഒപ്പം ആഹാരം കഴിക്കുക, മടങ്ങി തിരിച്ച് അതുപോലെ ബസ്സിന് വരിക, ഇങ്ങനെ വീട്ടിൽ വരിക, അതൊക്കെ നിധിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതൊന്നും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അങ്ങനെ സുധീഷ് പറഞ്ഞില്ല, നടക്കില്ല, ഞാൻ കൊണ്ടുവിട്ടോളാം, എനിക്ക് കുഴപ്പമില്ല. ഞാൻ അന്നേരം സുധീഷിനോട് പറഞ്ഞത് അത് നടക്കില്ല, നിങ്ങൾക്ക് ജോലിയുള്ളതല്ലേ, നിങ്ങൾക്ക് ഓട്ടം പോകേണ്ടതല്ലേ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. ആ സാരമില്ല, നിധിക്ക് വേണ്ടി ഞാനതൊക്കെ സഹിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോഴും സുഭാഷ് ചേട്ടനോട് പറയാൻ, സുഭാഷ് ചേട്ടാ ഇത് നടക്കുകയില്ല, കാരണം എൻ്റെ ആഗ്രഹങ്ങൾ സുഭാഷ് ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യണം, അതുപോലെ ഒറ്റയ്ക്ക് ഇപ്പോൾ യാത്ര ചെയ്യണം, എല്ലാവരും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ കൂട്ടിലിട്ട് അടച്ചതുപോലെ നിങ്ങളും അങ്ങനെ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം നിധിയോട് സുഭാഷ് പറയുകയാണ്, അത് മോളെ അങ്ങനെയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നിധിയെ മോളെക്കുറിച്ചുള്ള പേടി കൊണ്ടാണ് സുധീഷ് അങ്ങനെ പറഞ്ഞത്, സാരമില്ല, മോളുടെ ആഗ്രഹം അതാണെങ്കിൽ യാത്ര ചെയ്തോളാൻ പറയുകയും അങ്ങനെ ബസ്സിൽ പോയി ജോലി ചെയ്തോളാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷിന് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നിട്ട്, കാരണം സുഭാഷ് ചേട്ടൻ അതിന് നിധിയുടെ ആഗ്രഹത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടപ്പോൾ സുധീഷിന് ദേഷ്യം ഉണ്ടാകുക. അങ്ങനെ നിധി അല്പം മാറിക്കഴിഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടനോട് സുധീഷ് പറയുക, ഏട്ടൻ എന്ന ഒരു ചേട്ടനാണ്, എൻ്റെ അനിയൻ്റെ ഒരു ആഗ്രഹമൊക്കെ സാധിച്ചു തരണ്ടേ, ഈ നിധീനെ കൊണ്ടുവിടുവാൻ പോകുന്ന സമയത്തൊക്കെ എനിക്ക് അവളോട് സംസാരിക്കാനും അവളുടെ മനസ്സിൽ കയറി പറ്റുവാനും കഴിയത്തുള്ളൂ. അതൊന്നും സുഭാഷ് ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തരുന്നതിന് പകരം ആ അവസരങ്ങളൊക്കെ
സുഭാഷേട്ടൻ തല്ലിക്കെടുത്തുന്നൊരു അനുഭവമാണല്ലോ എന്ന് പറഞ്ഞ് ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി ഒരു 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 കെറുവൊക്കെ കാണിച്ച് പോകുന്ന ഒരു സുധീഷിനെ നമുക്ക് കാണാം. അതിനുശേഷം ഈ രാവിലെ നിധി ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നികേഷിനെ കൂട്ടിക്കൊണ്ട് കുറച്ച് ആ ബസ് സ്റ്റോപ്പ് വരെ നിധി പോകുകയും നിധി ഒരുപാട് കാര്യങ്ങൾ നികേഷുമായിട്ട് സംസാരിച്ച് പോകുന്നതൊക്കെ കാണുമ്പോൾ സുധീഷിന് ദേഷ്യമുണ്ടാകുന്നുണ്ട്. കാരണം നിധി എല്ലാവരോടും പറയാണ്, നിധിക്ക് ചേട്ടനുണ്ട്, അനിയന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ എനിക്കാണ് ആരുമില്ല. ഞാൻ അവളുടെ മുന്നിൽ ആരാണ്? ചേട്ടനല്ല, അനിയനല്ല, അല്ലെങ്കിൽ സഹോദരനല്ല, ഭർത്താവുമല്ല, പിന്നെ ഞാൻ ആരാണ്? നിധിയുടെ മനസ്സിൽ നിന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും തൻ്റെ അനിയന്മാരായ നികേഷും ഹരീഷും അംഗീകരിക്കുന്നില്ല. അതിന് കളിയാക്കി സുധീഷിനെ വിടുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിധി ചെല്ലുന്നു, അങ്ങനെ ജോലിക്ക് ചെല്ലുന്നു. ചെന്ന ദിവസം തന്നെ തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കണ്ടതിന് ശേഷം അവിടുത്തെ പുതിയ ജോലി സ്ഥലത്തെ മെയിൻ ഉദ്യോഗസ്ഥർ നിധിയെ അംഗീകരിക്കുകയും അതുപോലെ അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന, ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റൊക്കെ ഓക്കെ, ഗോൾഡ് മെഡൽ വിന്നറൊക്കെയാണ്, പക്ഷെങ്കിൽ നമ്മുടെ ജോലിയിൽ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നതാണ് ഇവിടെ പ്രധാന കാര്യം എന്ന് പറയുകയും, സാർ ഞാൻ അതൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നിധി ഉറപ്പ് കൊടുക്കുകയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നിധിക്ക് പുതിയ ടാസ്കുകൾ കൊടുക്കുകയാണ്. ജോലി സ്ഥലത്ത് പുതിയ വർക്കുകൾ കൊടുക്കുമ്പോൾ നിധി അത് വേഗത്തിൽ ചെയ്തു തീർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പലയിടത്തും തൻ്റെ എക്സ്പീരിയൻസിൻ്റെ, തൻ്റെ മുൻപരിചയത്തിൻ്റെ കുറവ് കൊണ്ട് പാളിച്ചകൾ സംഭവിക്കുക. അങ്ങനെ ഈ പാളിച്ച സംഭവിക്കുന്ന സമയത്ത് ഒരു ദിവസം സുധീഷിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ മേലുദ്യോഗസ്ഥൻ വന്ന് നിധിയെ വഴക്ക് പറയുന്നത് ഫോണിലൂടെ സുധീഷ് കേൾക്കുക. അപ്പോൾ സുധീഷിന് അത് ഇഷ്ടപ്പെടാതെ വരികയും അങ്ങനെ നേരെ സുധീഷ് എന്താണ് എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ നിധി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് സുധീഷിന് ഭയമുണ്ടാക്കുകയും ദേഷ്യമുണ്ടാക്കുകയും താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ അല്ലെങ്കിൽ നിധിയെ ആരാണ് അവിടെ വഴക്കുണ്ടാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി കാറുമായിട്ട് നേരെ ഓഫീസിൽ ചെന്ന് ആ വഴക്കുണ്ടാക്കിയ ഉദ്യോഗസ്ഥരുമായിട്ട് സുധീഷ് അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അവിടെ വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അത് അറിഞ്ഞ് നിധി അവിടെ വന്ന് സുധീഷിനെ ആ ആളുകളുടെ മുൻപിൽ വെച്ച് അപമാനിക്കുകയും, എന്ത് അധികാരത്തിലാണ് നിങ്ങൾ എൻ്റെ ജോലി സ്ഥലത്ത് വന്നത്, അതിനുള്ള യോഗ്യത നിങ്ങൾക്ക് എന്താണ്, അതിനുള്ള അധികാരം നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ ചോദിച്ച് സുധീഷിനെ ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയും, അങ്ങനെ ദേഷ്യത്തോടു കൂടി നിധി ആ സുധീഷിനെ അവിടുന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ മനം നൊന്ന് നിൽക്കുന്ന സുധീഷ് ജോലിക്ക് പോകാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പോയി മദ്യപിക്കുന്ന ഒരു ഭാഗം വരുന്ന ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പ്രമോദ ശേഷം ഒന്ന് പറഞ്ഞതാണ്, മദ്യപിച്ച് ലക്ക് കേട്ട് വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്ന് നിധിയുടെ മുറിയിൽ ചെന്ന് കിടക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അതിന് കാരണക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ ഭാസ്കരൻ തന്നെയാണ്. ഭാസ്കരൻ കുടിച്ചിട്ട് വന്നിരിക്കുന്ന സുധീഷിനോട് പറയുകയാണ്, നീ എന്തൊരു മനുഷ്യനാടാ, നീയും മദ്യമടിയൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. ഈ സമയത്ത് സുധീഷ് തൻ്റെ അച്ഛനായ ഭാസ്കരനോട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഭാസ്കരൻ പറയാണ്, നീ കൂടുതലൊന്നും പറയണ്ട, സ്വന്തം ഭാര്യയുടെ കൂടെ കിടക്കാൻ പോലും അനുവാദമില്ലാത്തവൻ, സ്വന്തം ഭാര്യയുടെ അടുക്കൽ അല്പസമയം ഇരിക്കുവാൻ പോലും അധികാരമില്ലാത്ത നീ എന്തിനാണ് എന്നോട് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സുധീഷിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന അല്ലെങ്കിൽ ഒരു എരിവ് കയറ്റുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. സത്യത്തിൽ നികേഷിനെ മറ്റൊന്നിനും വേണ്ടി പ്രേരിപ്പിക്കുന്ന ഭാസ്കരനെ അല്ല നമ്മൾ കാണുന്ന, മറിച്ച് അതൊക്കെ കണ്ട് നിധിയുടെ മനസ്സിൽ കയറി പറ്റുവാനും നിധിയാൽ സ്നേഹിക്കപ്പെടുവാനും തൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാക്കണം, തൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാസ്കരൻ പലതും പറയുന്നത്. പക്ഷെങ്കിൽ അത് സുധീഷ് മറ്റൊരു അർത്ഥത്തിൽ കാണുകയും തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ സ്നേഹമില്ലെന്നും ഭാര്യയുടെ കൂടെ മുറിയിൽ കയറുവാനും പോലും അനുവാദമില്ലെന്നും പറഞ്ഞപ്പോൾ അത് വലിയ ഫീലിംഗ് ആകുകയും അതിനുശേഷം മദ്യപിച്ച ശേഷം സുധീഷ് പറയും, ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഞാൻ അവക്കാരാണെന്നും അവൾ എനിക്കാരാണെന്നും കാണിച്ചു തരാമെന്ന് പറയുകയും അങ്ങനെ നിധിയുടെ മുറിയിൽ ചെന്ന് നിധി പോലും ഉറങ്ങിക്കിടന്ന നിധിയുടെ മുറിക്ക് അകത്ത് കയറുകയും തൻ്റെയോടൊപ്പം കിടക്കുകയും ചെയ്യുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ഇത് കണ്ട് പെട്ടെന്ന് ചാടി എണീറ്റ് നിധി ഒച്ചപ്പാടുണ്ടാക്കിയും ബഹളമുണ്ടാക്കി അങ്ങനെ സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയൊക്കെ വിളിച്ചു വരുത്തി സുധീഷ് തൻ്റെ മുറിയിൽ കയറിയെന്നും തന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്നും പറഞ്ഞ് ഇത് കേട്ട സുഭാഷിന് ദേഷ്യമുണ്ടാകുകയും സുധീഷിനെ ആ മുറിയിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിലുണ്ട്. എന്നാൽ ഇതിനിടയിൽ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്, എൻ്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ,
അവളുടെ കൂടെ അല്ലാതെ ഞാൻ പിന്നെ ആരുടെ കൂടെയാണ് കിടക്കേണ്ടത് എന്നൊക്കെ സുഭാഷിനോട് ചോദിക്കുന്നത്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, സുധീഷ നീ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ച് ആദ്യം സൗമ്യമായ രീതിയിൽ സുധീഷിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷേ നിധിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവരുടെ മുൻപിൽ വെച്ച് പറയാം, ഞാൻ അവളുടെ ഭർത്താവാണ്, അവളെൻ്റെ ഭാര്യയാണ്, ഞാൻ അവളുടെ കൂടെ ഇന്ന് കിടക്കത്തുള്ളൂ, ഈ മുറിയിൽ കിടന്നോർത്ത് അവൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിക്കുക കേട്ടോ. സത്യത്തിൽ മദ്യലഹരിയിലാണ് സുധീഷ് ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പം എല്ലാവരും അതിശയം ഉണ്ടാകുക, കാരണം സുധീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് ആരും കരുതിയതല്ല. പക്ഷെങ്കിൽ ഒടുവിൽ സുഭാഷുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്ന സമയത്ത് സുഭാഷ് ചെവിക്കലിൽ നോക്കി ഒറ്റയടിക്കുകയും അങ്ങനെ നിലത്തേക്ക് വീഴുകയും ചെയ്യുന്ന സുധീഷിനെ കാണാം. അപ്പം ഈ സമയത്തൊക്കെ നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പേടിച്ച് പറിച്ച് നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണാം. അതിനോടൊപ്പം സുധീഷിനെ അടിക്കുന്നതിനോടൊപ്പം നിധിയെ ആശ്വസിപ്പിക്കുവാനും സുഭാഷ് മറന്നില്ല എന്നുള്ളതും ഏറ്റവും മനോഹരമാകുന്നൊരു കാഴ്ചയാണ്. അതിനുശേഷം വീണ്ടും സുധീഷ് എഴുന്നേറ്റ് വന്ന് വെല്ലുവിളിക്കുന്ന സമയത്ത് സുഭാഷ് വീണ്ടും അടിക്കുകയും അതിനുശേഷം സുഭാഷിനെ തല്ലുവാൻ സുധീഷ് കൈ പൊക്കുമ്പോൾ ഹരീഷ് കയറി ഇടപെടുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസമുണ്ട്. അതിനുശേഷം നിധിക്ക് ആ വീട്ടിൽ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയാണ്. അങ്ങനെ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡുണ്ട്. കാരണം താൻ അവിടെ സേഫല്ല എന്ന് നിധി മനസ്സിലാക്കുകയും ഇതുവരെയും കണ്ട സുധീഷിനെയല്ല ഇപ്പം കണ്ടത്, തന്നെ എന്ത് ചെയ്യുവാൻ ഒരു ക്രിമിനൽ മൈൻഡുള്ള വ്യക്തിയാണ് എന്ന് നിധിക്ക് തോന്നുകയും അതുമാത്രമല്ല ഇനി അവിടെ താൻ നിന്നു കഴിഞ്ഞാൽ സുഭാഷ് ചേട്ടനും ഹരീഷിനും നികേഷിനൊക്കെ അത് ബുദ്ധിമുട്ടാകുമെന്നും തൻ്റെ സഹോദരങ്ങൾ പരസ്പരം തമ്മിൽ തല്ലേണ്ടി വരുമെന്തോ എന്നൊക്കെ ഓർത്ത് നിധി ആ വീട് വിട്ട് ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.